Good morning. Good morning. Okay. Okay. So നമുക്ക് ഇന്ന് നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. 5th മൊഡ്യൂൾ റൺ ടൈം എൻവിറോൺമെന്റ്സ്. What is runtime environment? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ റൺ ടൈം എൻവിറോൺമെന്റ്? ഒരു പ്രോസസ് അല്ല ആപ്ലിക്കേഷൻ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം. എന്താ? ഒരു ആപ്ലിക്കേഷനിലെ പ്രോസസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിനെ പറയുന്നതല്ലേ? ഇംപ്ലിമെന്റ് എ പെർട്ടിക്കുലർ പ്രോഗ്രാം. അതായത് നോർമലി നമുക്ക് ഹൈ ലെവലിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അല്ലേ? ഹൈ ലെവലിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ ലോ ലെവലിൽ, അതായത് ഡൈനാമിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ലോ ലെവലിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ പ്രൊസീജിയർ ആണെങ്കിലും ഐഡന്റിഫയേഴ്സ് ആണെങ്കിലും അതിന് ആക്ച്വൽ മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ മാപ്പ് ചെയ്യണം. സോ ആ പ്രോസസ്സിനെയാണ് റൺ ടൈം എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് തിയറിയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം തിയറിയാണ് മൊഡ്യൂൾ 5ന്റെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് സ്ലോ ആയിട്ട് പോവാം. എന്തെങ്കിലും പോയിന്റ്സ് എഴുതാനുണ്ടെങ്കിൽ എഴുതി പോവാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ലേഷൻ നീഡഡ് ടു റിലേറ്റ് static source text of a program, a translation needs to relate the static source text of a program to the dynamic actions that must occur at runtime to implement the program. The runtime environment is a set of data structures maintained at runtime
maintained at runtime, to implement these high-level structures. The runtime environment is a state of target mission, which includes software libraries, environment variables, etc. to provide services to the processes running in the system. So have you heard of activation record? Activation record. ആക്ടിവേഷൻ റെക്കോർഡിനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നജ്മ? നജ്മ? ജോസ്മി? ഹലോ മിസ്റ്റർ. ആ, ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പേര് കേട്ടിട്ടുള്ള പോലെ തോന്നുന്നു, എവിടെയാ കേട്ടേ നോക്കുന്നില്ല. COA പഠിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റോർ റെക്കോർഡ്, നമ്മൾ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നു. റെക്കോർഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ റെക്കോർഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ. എന്ത് റെക്കോർഡാണ് സ്റ്റോർ ചെയ്യാൻ? നമ്മുടെ ഡേറ്റാബേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, ഒരാളുടെ ഡേറ്റ ഫുള്ള് റെക്കോർഡായിട്ടല്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓ, റെക്കോർഡിന്റെ ഡെഫിനേഷൻ അല്ല, അത് റെക്കോർഡാണ്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? OS കേട്ടിട്ടുണ്ടാവണം, COA പഠിച്ചിട്ടുണ്ടാവണം. അർജുൻ? സ്റ്റാക്ക് റെക്കോർഡ് അല്ലേ, ഒരു ഡേറ്റ സ്ട്രക്ചർ അങ്ങനെ. സ്റ്റാക്ക് സ്ട്രക്ചർ, സ്റ്റാക്ക് റെക്കോർഡ് ഒരു ഡേറ്റ സ്ട്രക്ചർ അല്ലേ? അത്ര അറിയാം. ഓക്കെ. സോ അതായത് നോർമലി ഒരു ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഫങ്ഷൻസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോർമലി? സിയിൽ ഫംഗ്ഷൻ എക്സിക്യൂഷൻ എങ്ങനെയാണ്? മാധവ്?
വെച്ചാൽ ഫംഗ്ഷനെ കോൾ ചെയ്യും, ഫംഗ്ഷനെ കോൾ ചെയ്യും, പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ട് ഇതിലേക്ക് പാസ് ചെയ്യും, ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും, അത് തിരിച്ച് കോൾ ചെയ്ത് അതിലോട്ട് വരും. കോൾഡ് പ്രോഗ്രാമിലേക്ക് വരും. ഓക്കെ, സോ ഏത് പ്രോഗ്രാം ആണോ കോൾ ചെയ്യുന്നത് അതിനെ കോൾഡ് പ്രോഗ്രാം എന്ന് പറയും, അല്ലെങ്കിൽ കോൾഡ് ഫംഗ്ഷൻ. ആൻഡ് കോൾ ചെയ്യുന്ന പ്രോഗ്രാമിനെ കോൾ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റിട്ടേൺ ബാക്സ് ദ റിസൾട്ട് ടു ദി കോൾഡ് പ്രോഗ്രാം. ഓക്കെ, സോ ഇവിടെ ഈ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് നോർമലി ഇറ്റ്സ് ജസ്റ്റ് എന്താണ്, അതായത് ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഈ ഫംഗ്ഷനില്ലേ, ഈ മെയിൻ ഫംഗ്ഷനില്ലേ, മെയിൻ ഫംഗ്ഷനിലുള്ള ഡാറ്റയെ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ് പെർട്ടിക്കുലർ റെക്കോർഡ്. സോ അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ OSല്? ഇല്ല. അതായത് നമ്മൾ സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ അതുവരെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ? മെയിൻ മെമ്മറിയിൽ നിന്ന് ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ കേസ് എന്താണ് ഒരു ഇന്ററപ്ഷനോ എന്തെങ്കിലും വരുമ്പോൾ വി നീഡ് ടു എന്ത് ചെയ്യുക, അതിനെ നമ്മൾ സ്വാപ്പ് ചെയ്യും. ഈ സ്വാപ്പ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യണം, അതുവരെ എക്സിക്യൂട്ട് ചെയ്ത ഡീറ്റെയിൽസ് വി നീഡ് ടു സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ എന്താണോ ഡീറ്റെയിൽസ് അതുവരെയുള്ള ഡീറ്റെയിൽസിനെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ തന്നെ വി യൂസ് ടു കോൾ ദാറ്റ് ആസ് ആൻ ആക്ടിവേഷൻ. ആ ഫംഗ്ഷനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ആക്ടിവേഷൻ റെക്കോർഡ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ദി ആക്ടിവേഷൻ റെക്കോർഡ്. സോ ഹിയർ വി ആർ കൺസിഡറിങ് എന്താണ്, പാസ്കലിന്റെ കോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ബുക്കിൽ ത്രൂ ഔട്ട് ആയിട്ട് പാസ്കലിന്റെ കോഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പാസ്കലിൽ ഈ ഫംഗ്ഷനെ വി യൂസ് ടു കോൾ ഇറ്റ് ആസ് പ്രൊസീജിയർ. ഓക്കെ, സോ വി യൂസ് ടു കോൾ ദ എന്താണ് ഫംഗ്ഷൻ ആസ് പ്രൊസീജിയർ ഇൻ പാസ്കൽ. Okay, so let's consider an example. Okay, so here for example it is written as പാസ്കലിന്റെ കോഡിൽ ഒരു ഫംഗ്ഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു റൈറ്റ് ദിസ് as procedure read array ബോർഡ് കാണാമോ നിങ്ങൾക്ക്? ഓക്കെ ഫൈൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടാ. I is equal to integer begin for I is equal to 1 to 9 read a of I. It's a function to read elements into the array ആണ്. ഓക്കെ മനസ്സിലാവുന്നുണ്ടോ കോഡ് കണ്ടിട്ട്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ടു റീഡ് എന്താണ്, read n elements into an array. Okay, so here the name of the procedure is read array. സോ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിനെ നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? ഏത് പോയിന്റിലാണോ നമുക്ക് ആവശ്യം ആ പോയിന്റിൽ വി യൂസ് ടു കോൾ ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലേ? നോർമൽ ഫംഗ്ഷൻ കോൾ എപ്പോഴും എങ്ങനെയാണ്, നമുക്ക് ഏത് പോയിന്റിലാണോ അതിന്റെ ആവശ്യം വി യൂസ് ടു കോൾ ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ. Okay, so here each execution of a procedure is defined as activation of the procedure. Okay, so each execution of the procedure, each execution of procedure is referred to as an
ആക്ടിവേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊസീജിയർ. പിന്നെ ഒരു പ്രൊസീജിയറിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ടൈം ഓഫ് ആൻ ആക്ടിവേഷൻ ഇസ് ദി സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് പ്രസന്റ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ ഈ പ്രൊസീജിയറിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് അതിന്റെ വേരിയബിൾ ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, ബിഗിൻ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ടൈം ഇസ് സെറ്റ് ടു ബി ദി ലൈഫ് ടൈം ഓഫ് ദി പ്രൊസീജിയർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? Lifetime of an activation is the sequence of steps present in the execution of the procedure. പ്രൊസീജിയറിൽ എത്ര സ്റ്റെപ്സ് ഉണ്ടോ ആ ടൈം, അതാണ് എന്താണ് ഒരു ലൈഫ് ടൈം ഓഫ് ദി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, okay, so here we can have the procedures of two form: non-overlapping procedure or otherwise nested procedure. Procedure ne rendu types. It is non-overlapping procedure and or otherwise nested procedure. Overlapping, non-overlapping procedure or nested procedure. എന്തായിരിക്കും ഈ നോൺ ഓവർലാപ്പിംഗ് പ്രൊസീജിയർ? ഫ്രം ദ നെയിം, ഫംഗ്ഷൻ വെച്ച് ആലോചിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എന്താണ് നോൺ ഓവർലാപ്പിംഗ് ഓർ നെസ്റ്റഡ് പ്രൊസീജിയർ? ഫംഗ്ഷൻ കോള് വർണ്ണത്തിന്റെ അകത്ത് ചെയ്യുന്നൊക്കെയാണോ? ഒരു ഫംഗ്ഷൻ കോളിന്റെ അകത്ത് നെസ്റ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്നത്. നെസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലിസൺ, നോൺ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ if A is a function which calls another function B. ഓക്കെ, സോ ഇതില് ഫംഗ്ഷൻ ബി if A എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു മെയിൻ ഫംഗ്ഷൻ which calls a function A, main function which calls a function A. Okay, so ഇതില് മെയിൻ ഫംഗ്ഷൻ കോൾസ് A എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്ന പ്രോസസ്, A എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇറ്റ് ഇസ് എ നോൺ ഓവർലാപ്പിംഗ് ഫംഗ്ഷൻ ആണ്. ഏതിനെയും വേറെ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ്സ് എന്താണ് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, റിസൾട്ട് ഇറ്റ് സെൻഡ് ബാക്ക് ടു ദി മെയിൻ പ്രോഗ്രാം. ഓക്കെ, അതേ സമയത്ത് ഇഫ് ദർ ഇസ് എ ഫംഗ്ഷൻ മെയിൻ which calls A, which again calls B. ഇപ്പൊ എന്താണ് A എന്ന് പറയുന്നത്? ഇപ്പൊ എന്താണ് നെസ്റ്റഡ് പ്രൊസീജിയർ ആണ്. അതായത് ഇറ്റ് കോൾസ് ഫംഗ്ഷൻ ബി അല്ലെ. അപ്പൊ ഫംഗ്ഷൻ ബിയുടെ എക്സിക്യൂഷൻ കഴിയാണ്ട് ഏതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല? ഫംഗ്ഷൻ എയുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. സോ ഓൺലി വെൻ ഫംഗ്ഷൻ ബി എക്സിക്യൂട്ട്സ്, അല്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയത്തില്ല, ഹിയർ വി യൂസ് ടു കോൾ ഇറ്റ് ആസ് പ്രൊസീജിയർ. ഹിയർ പ്രൊസീജിയർ ബി എക്സിക്യൂട്ട് കഴിഞ്ഞിട്ടേ എന്ത് കിട്ടുള്ളൂ? പ്രൊസീജിയർ എയുടെ കംപ്ലീഷൻ കിട്ടുള്ളൂ. ഓക്കെ, can you able to get me? So such procedures are called as nested procedure. Is it clear? Is it clear or not? Clear ആണ്. ഓക്കെ, സോ അപ്പം ഈ പ്രൊസീജിയേഴ്സ് ഏത് പ്രൊസീജിയർ ആണ് അപ്പം ഒരു റിക്കേഴ്സീവ് കോൾ നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇൻ റിക്കേഴ്സീവ് ഫംഗ്ഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? സെയിം ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റഡ്ലി വി യൂസ് ടു കോൾ അല്ലെ. സെയിം ഫംഗ്ഷൻ തന്നെ വി യൂസ് ടു റിപ്പീറ്റഡ്ലി കോൾ ദാറ്റ് സെയിം പ്രൊസീജിയർ അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ അപ്പം നമുക്ക് ഏത് പ്രൊസീജിയർ ഏത് ആ സെയിം ഫംഗ്ഷനെ എത്ര പ്രാവശ്യം കോൾ ചെയ്തു അങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വി നീഡ് എ ആക്ടിവേഷൻ ട്രീ. ഓക്കെ, വി നീഡ് എൻ ആക്ടിവേഷൻ ട്രീ. Okay, so here the activation tree shows the way control enters and leaves the activation.
ഏത് ഫംഗ്ഷനിലാണോ കയറുന്നത്, ദെൻ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഫ്ലോ മനസ്സിലാക്കാൻ എന്ത് വേണം നമുക്ക്? വി നീഡ് ആൻ ആക്ടിവേഷൻ ട്രീ there. Okay. Okay. So here എന്താണ് ആക്ടിവേഷൻ ട്രീ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? which shows the way the control enters and leaves the activation. Okay, so here ഒരു ട്രീ എന്ന് പറയുമ്പോൾ it has nodes and leaves ആണ്. So here each node represents എന്താണ്? Activation of a procedure. Each node represents the activation of the procedure. Okay, then the root shows the activation of main function. Root of the tree എന്ന് പറയുന്നത് which represents എന്താണ്? Activation of the main function. Okay, so ഒരു നോഡിൽ നിന്ന് ഒരു നോഡിലേക്ക് ഒരു ഫ്ലോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? there is a procedure call from ആ പ്രൊസീജിയർ നിന്ന് അടുത്ത പ്രൊസീജിയറിലേക്ക് ഒരു ഫംഗ്ഷൻ കോൾ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ take note the point, the node for procedure X is a parent, X is the parent node for procedure Y, parent node for procedure Y, if and only if the control flows from procedure X to Y. Say if and only If and only if the control flows from procedure X to Y. From procedure X to Y. Okay, so here we can consider an example. എങ്ങനെയാണ് അതിന്റെ ഫ്ലോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ ആക്ടിവേഷൻ ട്രീ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിക്ക് സോർട്ടിന്റെ ഒരു ചെറിയ പ്രോഗ്രാം കോഡ് മാത്രം എടുത്തിട്ടുണ്ട്. സോ ലിസൺ, ടേക്ക് ഓൺ ദി കോഡ്. Okay, so consider a program code main read array then function called quicksort of 1 to 10, then some set of codes ഉണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കോപ്പി ചെയ്യാം, എന്നിട്ട് ഞാൻ വായിച്ചിട്ട് അടുത്ത് എഴുതാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്സ് വായിക്കട്ടെ. ഇറേസ് ചെയ്യട്ടെ, എഴുതിയെടുത്തു നിങ്ങൾ? quicksort of int m comma int n. It's a function, again function definition, int I is equal to partition of m comma, set of code അല്ലേ ഇത്? അതിന്റെ കണ്ടിന്യൂസ് കോഡാണ്. ഡോട്ട് ഇട്ടതിന് പകരമല്ലേ ഇത്? അല്ല, ഡോട്ട് ഇട്ടതിന് പകരമല്ല, ഇത് വേറെ ഒരു ഫംഗ്ഷൻ. ക്വിക്ക് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം ഫംഗ്ഷൻ കോൾ. ക്വിക്ക് സോർട്ട് ഫംഗ്ഷൻ കോൾ അല്ലേ ക്വിക്ക് സോർട്ടിന്റെ ഡെഫിനിഷൻ. ഓക്കെ,
പാർട്ടീഷൻ ഓഫ് m, n, ക്വിക്ക് സോർട്ട് m, I minus 1, quick sort of I plus 1, n, close. Okay, so here it is a nested procedure ആണ്. സോ നെസ്റ്റഡ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു, വീണ്ടും വേറെ ഫംഗ്ഷൻ, അങ്ങനെ റിപ്പീറ്റഡ്ലി. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള പ്രൊസീജിയറിന്റെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് എന്താണ് എഴുതിയെടുത്തു, ഇത് നിങ്ങൾ okay. So now we can represent the activation tree. First ഏത് ഫംഗ്ഷൻ ആണുള്ളത് ഇതിൽ, which is the first function. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? റുബിൻ, സാന്ദ്ര, ഹലോ. ആ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് ഇതില്? ഇതിനകത്ത് ക്വിക്ക് സോർട്ട് അല്ലേ? ആ റീഡ് അറേ ഫംഗ്ഷൻ അല്ലേ? അതിന്റെ മേളിൽ ആ ഓക്കെ. സോ ലിസൺ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ആണ് ഇതിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. എപ്പോഴും നമ്മൾ സിയില് മെയിൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ മെയിൻ ആണ് ഏതിനെ കോൾ ചെയ്യുന്നത്? റീഡ് അറേ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ദെൻ അതിന്റെ കൂടെ മെയിനിൽ തന്നെ റീഡ് അറേ കോൾ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഏതാ കോൾ ചെയ്യുന്നത്? ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ദെൻ എന്താ സംഭവിക്കുന്നത്? നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? ക്വിക്ക് സോർട്ട് കോൾ ചെയ്ത്, ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്യുമ്പോൾ ക്വിക്ക് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു? സാന്ദ്ര, ഹലോ. ക്വിക്ക് സോർട്ട് ഏതിനെ കോൾ ചെയ്യുന്നു? താഴത്തെ അല്ലേ? താഴത്തെ ക്വിക്ക് സോർട്ട്. ആ പാർട്ടീഷൻ എന്നുള്ളതും എഗെയിൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, പാർട്ടീഷനെയും കോൾ ചെയ്യുന്നു, വീണ്ടും ക്വിക്ക് സോർട്ടിനെ വീണ്ടും കോൾ ചെയ്യുന്നു. പാർട്ടീഷൻ ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്ത ആ അറേനെയാണ് ഫസ്റ്റ് ഹാഫിനെ വീണ്ടും ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുന്നു, വീണ്ടും അടുത്ത ഹാഫിലും ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുന്നു. ഓക്കെ, സോ നൗ വി ക്യാൻ ഡ്രോ ദി ഫ്ലോ ഓഫ് ദിസ് ഫംഗ്ഷൻ കോൾ. ഓക്കെ, so listen, first ഏത് ഫംഗ്ഷൻ ആണ്? ഫസ്റ്റ് is main function which calls read array. read array എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. and also it calls എന്താണ്? quick sort. quick sort of 1, 10. okay, then next ഏതാ കോൾ ചെയ്യുന്നത്? again it calls എന്താണ്? quick sort calls ഏതാണ്? പാർട്ടീഷൻ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ, സോ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 5 ആണ്, 5 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നെങ്കിൽ 1 to 4 വരെയുള്ളത് ഒരു സെറ്റും അത് കഴിഞ്ഞിട്ടുള്ളത് വേറെ ഒരു സെറ്റും. ഓക്കെ, ഇവിടെ 1 to 10 എന്നുള്ള വാല്യൂ ആണ് റീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ 1 to 10 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂ, അതിൽ നിന്ന് ഇഫ് ഇറ്റ് റിട്ടേൺസ് 5 ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് 4നെ എന്താക്കുക? ക്വിക്ക് സോർട്ട് ഓഫ്
ക്വിക്ക് സോർട്ടിനെ QS എന്ന് എഴുതുവാണേ ഫോർ സിംപ്ലിസിറ്റി. QS 1,4 and quick sort of the remaining items 6,10. ക്വിക്ക് സോർട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുക? ഒരു പിവറ്റ് വാല്യൂ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ അതിനനുസരിച്ചായിരിക്കും സോർട്ടിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഇഫ് ഇറ്റ് റിട്ടേൺസ് എന്താണ് 5 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നെങ്കിൽ return 5. If it returns 5 ആണെങ്കിൽ 1 to 4 as one partition and another partition എന്ന് പറയുന്നത് 6 to 10. ഓക്കെ, ഇവിടെ ക്വിക്ക് സോർട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് അല്ല കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. ഒരു ഫംഗ്ഷനിൽ നിന്ന് അടുത്ത ഫംഗ്ഷനിലേക്ക് എങ്ങനെയാണ് ആ ഫ്ലോ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. എഗെയിൻ എന്ത് ചെയ്യണം, ഈ പോർഷൻ ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെയും പാർട്ടീഷൻ ചെയ്യണം, ഇതിനെയും പാർട്ടീഷൻ ചെയ്യണം. ഓക്കെ, വീണ്ടും ദിസ് വിൽ കോൾസ് എഗെയിൻ ദി ക്വിക്ക് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുമ്പോൾ എഗെയിൻ എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യും, പാർട്ടീഷൻ, വീണ്ടും ഇതിനെ വീണ്ടും പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ ക്വിക്ക് സോർട്ട് 1 to 10 അതിനെ അത് 3 ഫംഗ്ഷനായി. അത് കഴിഞ്ഞിട്ട് ഈ ക്വിക്ക് സോർട്ട് 1,4 ഇല്ലേ, അത് ഈ കൊടുത്തേക്കുന്ന ഡേറ്റ ഫുൾ സോർട്ട് ചെയ്യുന്നവരെ വർക്ക് ചെയ്യുന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. വീണ്ടും അതിനെ എന്ത് ചെയ്യും, വീണ്ടും അതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് വീണ്ടും വർക്ക് ചെയ്യും. അത് റിക്കർസീവ് ആയിട്ട് ക്വിക്ക് സോർട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? വീണ്ടും നടന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. നൗ അതായത് അവിടെ ഒരു വാല്യൂ നമ്മൾ എടുത്തിട്ട് കമ്പയർ ചെയ്യില്ലേ, കമ്പാരിസൺ ഒന്നും നമ്മളിപ്പോ പറയുന്നില്ല, ജസ്റ്റ് എന്താണ് വീണ്ടും റിപ്പീറ്റഡ്ലി ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഇതേപോലെ എന്താവും, ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ്, പാർട്ടീഷൻ ഓഫ് 1,4, പാർട്ടീഷൻ ഓഫ് 1,4. എഗെയിൻ എന്താണ്, ഇറ്റ് ഇസ് 3 ആണ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എങ്കിൽ quick sort of 1,2 in one set and quick sort of 4,4 in another set. Okay, ഇങ്ങനെ ഇത് ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ the quick sort of 6,10 it's also further divide out. Okay, is it clear? ക്ലിയർ. ഓക്കെ, അപ്പം ഇവിടെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, here ഓരോ നോഡ് which represents the activation of a function. ഓരോ നോഡ് which represents എന്താണ്, ആക്ടിവേഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊസീജിയർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് which represents the മെയിൻ ഫംഗ്ഷൻ. ആൻഡ് ഓരോ ഫ്ലോ എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് മെയിൻ കോൾസ് റീഡ് അറേ then there is a എന്താണ് നോഡ് ഫ്രം മെയിൻ ടു റീഡ് അറേ. അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇതിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത്, അതായത് റീഡ് അറേ കംപ്ലീറ്റ് ചെയ്തു, ക്വിക്ക് സോർട്ട് ഓഫ് 1,10 എന്നുള്ളത് എപ്പോഴായിരിക്കും ഫിനിഷ് ആവുന്നത്, ഇതിന്റെ ഫെർദർ ഡിവിഷൻസ് മൊത്തം കംപ്ലീറ്റ് ആവുമ്പോഴാണ് എന്ത് ഫിനിഷ് ആവുന്നത്, ക്വിക്ക് സോർട്ട് ഓഫ് 1,10 എന്നുള്ളത് ഫിനിഷ് ആവുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എന്താണ് ആക്ടിവേഷൻ ട്രീ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ആക്ടിവേഷൻ ട്രീയിൽ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് കൺട്രോൾ സ്റ്റാക്ക്. So control stack or runtime stack is used to keep track of live procedure activation. That is, procedures whose execution have not been completed. Okay, so control stack എന്ന് പറയുന്നത്
ഏതൊക്കെയാണ് ഇപ്പൊ ലൈവായിട്ട് ഏതൊക്കെ ആക്ടിവേഷൻസ് ആണ് ഉള്ളത്, ഏതൊക്കെ പ്രൊസീജിയർ ആണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഇൻഫർമേഷൻ ആയിരിക്കും ഏതിൻ്റെ അകത്ത് ഉണ്ടാവുക, കൺട്രോൾ സ്റ്റാക്ക്. ഓക്കെ, കൺട്രോൾ സ്റ്റാക്ക് ഓർ റൺ ടൈം സ്റ്റാക്ക് is used to keep track of live procedure activations. ഓക്കെ, സോ ഹിയർ ഈ കൺട്രോൾ സ്റ്റാക്കിലോട്ട് ഒരു ആക്ടിവേഷൻ വരുമ്പോൾ അതിന്റെ നെയിം നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊസീജിയറിന്റെ നെയിം എന്ത് ചെയ്യും, ഇറ്റ് ഇസ് പുഷ്ഡ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ സ്റ്റാക്ക്. ഓക്കെ, സോ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് നെയിം ഇസ് പോപ്ഡ് ഔട്ട് ഫ്രം ദ സ്റ്റാക്ക്. ഓക്കെ, is it clear? That is procedures force activation. എന്താണ് ഡെഫിനേഷൻ പറഞ്ഞില്ലായിരുന്നു, പ്രൊസീജിയർ ആക്ടിവേഷൻ ദാറ്റ് ഈസ് പ്രൊസീജിയേഴ്സ് ഫോഴ്സ് ആക്ടിവേഷൻ ആസ് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ്. ഞാൻ ഒരു സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യാം. കൺട്രോൾ സ്റ്റാക്ക് ഓർ റൺ ടൈം സ്റ്റാക്ക് ഇസ് യൂസ് ടു കീപ് ട്രാക്ക് ഓഫ് ലൈവ് പ്രൊസീജിയർ ആക്ടിവേഷൻസ്. ദാറ്റ് ഇസ് the procedures whose execution have not been completed. ഓക്കെ, അപ്പൊ കൺട്രോൾ സ്റ്റാക്കിൽ ഒരു പ്രൊസീജിയറിന്റെ പേരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ ഹിയർ a procedure name is pushed onto the stack when it is called. ഓക്കെ, ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോൾ that name is pushed onto that particular control stack. ഓക്കെ, അതുപോലെ എന്താണ് ആ പ്രൊസീജിയർ എൻഡ് ചെയ്യുമ്പോൾ that name is popped out from the stack. Is it clear? Clear ആണ്. ഓക്കെ, സോ അപ്പം ഒറ്റ ഒരു പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ജസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ, that name is pushed onto the stack. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കൺട്രോൾ സ്റ്റാക്കിൽ നിന്ന് ആ നെയിം നമ്മൾ പോപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ സെയിം പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും സ്റ്റാക്കിന്റെ അകത്ത് പുഷ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, എന്താണ് ഇടയ്ക്ക് കുറെ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് എന്താണ് മെയിൻ പ്രോഗ്രാം ഏതിനെ കോൾ ചെയ്യുന്നു, റീഡ് അറേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അഗെയിൻ ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്യുന്നു, ദെൻ ഇങ്ങനെയാണ് ആ പ്രോസസ് റിപ്പീറ്റ് ആവുന്നത്. ഓക്കെ, നൗ വി ക്യാൻ സീ ഹൗ ദ എക്സിക്യൂഷൻ ഇസ് ഇൻ ദ കൺട്രോൾ സ്റ്റാക്ക്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ഇനിഷ്യൽ വാല്യൂ, ഇനിഷ്യൽ എന്താണ്, മെയിൻ എന്നുള്ള ഇതായിരിക്കും നമ്മുടെ കൺട്രോൾ സ്റ്റാക്കിൽ പുഷ് ചെയ്യുക. മെയിൻ ഇസ് പുഷ്ഡ് ഇൻ ടു ദ കൺട്രോൾ സ്റ്റാക്ക്. Main is pushed into the control stack. Okay, then എന്തായിരിക്കും സംഭവിക്കുക, മെയിൻ which calls ഏതൊക്കെ ഫംഗ്ഷൻസിനെയാണ് കോൾ ചെയ്യുന്നത്, റീഡ് അറേനെയും ക്വിക്ക് സോർട്ട്. റീഡ് അറേനെയും ക്വിക്ക് സോർട്ടിനെയും. ഓക്കെ, സോ റീഡ് അറേനെ കോൾ ചെയ്യുമ്പോൾ the read array is pushed into the stack. ഓക്കെ, സോ റീഡ് അറേ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസിനെ റീഡ് ചെയ്യുക, അപ്പൊ തന്നെ വാല്യൂ റിട്ടേൺ ആവുന്നുണ്ട് അല്ലെ. റീഡ് അറേ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് റീഡ്സ് ആ അറേക്ക് ആവശ്യമുള്ള കണ്ടന്റ്സ് റീഡ് ചെയ്യുക, അപ്പോഴേക്ക് വാല്യൂസ് റിട്ടേൺ ആവുന്നുണ്ട്. ഓക്കെ, സോ ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു പോപ്പ് ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ് ഫ്രം ദ സ്റ്റാക്ക്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ റീഡ് അറേനെ പോപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യാണ്, റീഡ് അറേനെ പോപ്പ് ചെയ്തു. ദെൻ അഗെയിൻ ഇറ്റ് കോൾസ് എന്താണ്, ക്വിക്ക് സോർട്ട് ഓഫ് 1,10 അല്ലെ, ഇറ്റ് കോൾസ് ദി ക്വിക്ക് സോർട്ട് ഓഫ് 1,10. ക്വിക്ക് സോർട്ട് ഓഫ് 1,10. ഓക്കെ, നൗ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്വിക്ക് സോർട്ട് ഓഫ് 1,10 അടുത്തത് ഏതിനെയാ കോൾ ചെയ്യുന്നത്, പിന്നെ പാർട്ടീഷൻ ചെയ്യും. വീണ്ടും പാർട്ടീഷൻ ചെയ്യും, പാർട്ടീഷൻ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, സോ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ്, ഒരു പെർട്ടിക്കുലർ എലമെന്റ് എടുത്തു, അതിനനുസരിച്ച് എന്താണ് അറേനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാം.
ഓക്കെ, സോ അറേനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് വീണ്ടും ഏതൊക്കെ ഇതിനെയാണ് കോൾ ചെയ്യുന്നത്? വീണ്ടും രണ്ട് മെർജ് സോർട്ട് പെർഫോം ഏതാണ്? ക്വിക്ക് സോർട്ട് രണ്ടെണ്ണം പെർഫോം ചെയ്യും. അപ്പൊ പാർട്ടീഷൻ ചെയ്യുന്നെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാല്യൂ മാത്രം നമുക്ക് റീഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ തന്നെ ഏത് ഐറ്റം വരെ അല്ലെങ്കിൽ ഏത് നമ്പർ ഒന്നില് ഫസ്റ്റ് എലമെന്റ് വെച്ചിട്ടായിരിക്കും പാർട്ടീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെന്റ്, ഇല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരു എലമെന്റ്, ഇല്ലെങ്കിൽ എന്താണ് മിഡ് എലമെന്റ്, ഏതെങ്കിലും ഒരു എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ആ എലമെന്റ് സെലക്ഷൻ ആണ് പാർട്ടീഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ എലമെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇസ് ഓവർ. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ ആക്ടിവേഷൻ ഇത് കൺട്രോൾ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, പോപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണോ അത്? ഓക്കെ, അപ്പൊ പാർട്ടീഷൻ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തു. ദെൻ വീണ്ടും എന്താ കോൾ ചെയ്യുന്നത്? വീണ്ടും ക്വിക്ക് സോർട്ട് ഓഫ് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ക്വിക്ക് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം. സോ ഇറ്റ് ഈസ് എഗെയിൻ എന്താണ്, ക്വിക്ക് സോർട്ട് ഓഫ് 1,4 കോൾ ചെയ്യുക. ദെൻ വീണ്ടും ഏതിനെയാ കോൾ ചെയ്യുന്നത്? ക്വിക്ക് സോർട്ട് ഓഫ് 4,4. ഓക്കെ, പക്ഷെ അവിടെ അപ്പൊ പിന്നെ പാർട്ടീഷൻ കോൾ ചെയ്തില്ലേ? എസ് വൺ സെക്കൻഡ്. ക്വിക്ക് സോർട്ട് ഓഫ് 1,4 കഴിഞ്ഞാൽ ഇറ്റ് കോൾസ് 6,10 ആണ്. ക്വിക്ക് സോർട്ട് ഓഫ് 6,10. ഓക്കെ, ദെൻ വീണ്ടും എന്താണ്, പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ഓഫ് 1, ഈ ക്വിക്ക് സോർട്ട് ഓഫ് 1,4ഉം 6,10 ചെയ്ത് കഴിഞ്ഞ് അതിനെ മാറ്റിയിട്ടല്ലേ വീണ്ടും പാർട്ടീഷൻ ചെയ്തത്? അത് ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ക്വിക്ക് സോർട്ട് ഓഫ് 1,10 എന്ന് പറയുന്നത് പാർട്ടീഷൻ ചെയ്ത് രണ്ടും എല്ലാം ഫിനിഷ്ഡ് ആവുമ്പോഴല്ലേ ക്വിക്ക് സോർട്ട് ഓഫ് 1,10 ഫിനിഷ് ആവത്തുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ക്വിക്ക് സോർട്ട് ഓഫ് 4 എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്ന? 1,4 അതിന്റെ രണ്ട് പാർട്ടീഷന്റെ ടാസ്ക് കംപ്ലീറ്റ് ആവുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഓക്കെ, സോ ഇവിടെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ഈ പാർട്ടീഷൻ വിളിക്കും. ഏത്? ഈ ഫംഗ്ഷന് വിളിക്കും, ഈ ഫംഗ്ഷന് വിളിക്കും. ഓക്കെ, ഫസ്റ്റ് ഈ ഫംഗ്ഷൻ ആണ് വിളിക്കുന്നെങ്കിൽ അത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. പാർട്ടീഷൻ ഓഫ് 1,4 കോൾ ചെയ്യുക. ദെൻ എഗെയിൻ എന്തായിരിക്കും സംഭവിക്കുക? അത് ഏതെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ്, ഇറ്റ് കോൾസ് ക്വിക്ക് സോർട്ട് എഗെയിൻ. സോ ഇറ്റ് ബിക്കംസ് എന്താണ്, ക്വിക്ക് സോർട്ട് ഓഫ് 1,4 sorry 1,2 and 4,4. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ആ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കൺട്രോൾ സ്റ്റാക്കിൽ നിന്ന് നമുക്ക് എന്ത് റീഡ് ചെയ്യാൻ പറ്റും? വിച്ച് ആർ ദി പ്രൊസീജിയർ ആക്റ്റീവ്, ഏതൊക്കെ പ്രൊസീജിയർ ആണ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയർ ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഏതൊക്കെയാണ് പെൻഡിങ് എന്നുള്ളത് എവിടെ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും? വി ക്യാൻ റീഡ് ഫ്രം ദി കൺട്രോൾ സ്റ്റാക്ക്. ഓക്കെ, സോ വി ക്യാൻ റീഡ് ദി ലൈവ് പ്രൊസീജിയർ ഫ്രം ദി കൺട്രോൾ സ്റ്റാക്ക്. Okay, is it clear? അതെ. Okay. Okay, so here next heading is storage organization. Storage organization. Storage organization. Okay, so storage normally depends on the features of both the source language and target language.
Okay, so the storage എന്ന് പറയുന്നത് the executing target program runs on its എന്താണ് ഏത് ലോജിക് അഡ്രസ് സ്പേസിലാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ അഡ്രസ് സ്പേസിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ ഡിവൈഡ് ദ മെമ്മറി ഇൻറ്റു code, static data, stack, free memory, heap. ഓക്കെ, സോ കോഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ദി എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഏത് ഏരിയയിൽ ഉണ്ടാവുക കോഡ് ഏരിയയിൽ ഉണ്ടാവുക. ഓക്കെ, സോ കോഡ് ഏരിയ ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ദി ജനറേറ്റഡ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ഡാറ്റ is the data which are determined at compile time. Okay, then stack area which is used to store the data objects allotted at runtime. That is ഈ പറഞ്ഞ ആക്ടിവേഷൻ റെക്കോർഡ്സിന്റെ ഇൻഫർമേഷൻ. ദ ആക്ടിവേഷൻ ഡാറ്റയുടെ ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റാക്ക് ഏരിയയിൽ ഉണ്ടാവുക. Then next is heap. Heap is used to store dynamically allocated data objects at runtime. Ronaldo height. Okay, so some free memory is also there. Heap which represents എന്താണ് dynamically allotted data objects at runtime. Example ഈ മെലോക്ക് കെലോക്ക് ഇങ്ങനെ ഡൈനാമിക്കലി മെമ്മറി അലോട്ട് ചെയ്യില്ലേ, ആ ഇൻഫർമേഷൻ ആയിരിക്കും ഹീപ്പിൽ ഉണ്ടാവും. ഓക്കെ, സോ റൺ ടൈം മെമ്മറി ഇസ് ഡിവൈഡഡ് ഇൻറ്റു 4: കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ, സ്റ്റാക്ക്, ഫ്രീ മെമ്മറി ആൻഡ് ഹീപ്പ്. കോഡ് വിച്ച് റെപ്രസെന്റ്സ് ദി ജനറേറ്റഡ് എക്സിക്യൂട്ടബിൾ കോഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സ്റ്റാറ്റിക് ഡാറ്റ ഏരിയ വിച്ച് റെപ്രസെന്റ്സ് ദി location for data which are determined at compile time, and stack area which represents the or used to store the data objects allotted at runtime, which normally represents എന്താണ് activation record, and heap which is used to store dynamically allotted data objects at runtime. Okay, is it clear? അതെ. Okay, ഓക്കെ, അപ്പൊ ഇന്നത്തെ എടുത്ത ടോപ്പിക് മനസ്സിലായോ? തിയറി ആയതുകൊണ്ട് ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് നീ ഒരു ഫസ്റ്റ് കുറച്ച് ഹാഫ് മൊത്തം ഇങ്ങനെയാണ്. തിയറി ഇങ്ങനെ മതിയോ, ഇല്ലെങ്കിൽ PPT ഇട്ട് പഠിപ്പിക്കണോ? Any other suggestions? കുഴപ്പമില്ല. ഇങ്ങനെ മതി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കുറച്ചൊക്കെ ഫിഗർ ഒക്കെ ഉള്ളതാണ്. ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇന്നത്തെ ഇത് ആരെങ്കിലും ഒന്ന് സമ്മറൈസ് ചെയ്യാമോ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ? മറിയ?
മിസ്സേ ആ പറഞ്ഞു. മിസ് ഞാൻ ഫുൾ ടൈം ഇല്ലായിരുന്നു മിസ്, എനിക്ക് കറണ്ട് പോയി, അപ്പൊ ഇടയ്ക്കൊക്കെ ആ കട്ടായി പോയി മിസ്. ഞാൻ നാളെ പറയാം. ആണോ? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ജസ്റ്റ് ഓവറോൾ ആയിട്ട്. മിസ്സേ റൺ ടൈം എൻവയോൺമെന്റ് ആദ്യം പറയാം. അതായത് ആ ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ടു സ്റ്റാറ്റിക് ടെക്സ്റ്റ് ഓഫ് എ പ്രോഗ്രാം ഡൈനാമിക് ഉം, ആക്ഷൻ ദാറ്റ് മസ്റ്റ് ഓഫ് കറക്റ്റ് റൺ ടൈം ടു ഇംപ്ലിമെന്റ് ദ പ്രോഗ്രാം. പിന്നെ ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് മെയിൻറ്റൈൻഡ് അറ്റ് റൺ ടൈം ടു ഇംപ്ലിമെന്റ് ഹൈ ലെവൽ സ്ട്രക്ചർ. ഉം, പിന്നെ പ്രൊസീജിയർ പറഞ്ഞു. പ്രൊസീജിയർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫംഗ്ഷൻ തന്നെ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, നോൺ ഓവർലാപ്പിംഗ് പ്രൊസീജിയറും പിന്നെ നെസ്റ്റഡ് പ്രൊസീജിയറും. ഈ നോൺ ഓവർലാപ്പിംഗ് അകത്ത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ, പിന്നെ നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഫംഗ്ഷൻ വരും. അതായത് ഈ ഉം, ലാസ്റ്റ് പറഞ്ഞ ഫംഗ്ഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് മുന്നുള്ളത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. പിന്നെ ഉം, ആക്ടിവേഷൻ ട്രീ എന്താന്ന് പറഞ്ഞു, അതിന്റെ ഉം, കുറച്ച് പ്രോപ്പർട്ടീസ്, അതായത് ഈച്ച് നോഡ് റെപ്രസെന്റ് ആക്ടിവേഷൻ ഓഫ് പ്രൊസീജിയർ. പിന്നെ റൂട്ട് നോഡ് മെയിൻ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യും. ഉം, പിന്നെ നോഡ് ഫോർ പ്രൊസീജിയർ എക്സ് പേരന്റ് നോഡ് ഫോർ പ്രൊസീജിയർ വൈ ഉം, ഇഫ് ആൻഡ് ഓൺലി കൺട്രോൾ ഫ്ലോസ് ഫ്രം പ്രൊസീജിയർ എക്സ് ടു വൈ. ഉം, പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ക്വിക്സോർട്ട് വെച്ച് കാണിച്ചു. ഉം, പിന്നെ കൺട്രോൾ സ്റ്റാക്ക്, അതായത് ഉം, ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും ലൈവ് പ്രൊസീജിയറിന്റെ എന്തൊക്കെ നടക്കുന്നതെന്ന് അതിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഉം. സ്റ്റോറേജ് ഓർഗനൈസേഷൻ, അതിൻ്റെ അകത്ത് 5 പാർട്സ് ഉണ്ട്, അത് പറഞ്ഞു. ഓക്കെ ഓക്കെ ഫൈൻ. അറ്റൻഡൻസ് ആദിൽ, Present, miss. അഭിജിത്ത്, അക്ഷര, Present, miss. അഞ്ജലി, പ്രസന്റ് മിസ്. അഞ്ജു, ആൻഡു, അപർണ ഡി, അപർണ ഡി, അപർണ പ്രതാപ്, അരവിന്ദ്, Miss present. ആരം, Present, miss. അർജുൻ ഉണ്ട്, ഉണ്ട്. ഉച്ചു, ജീവൻ, Present, miss. ജോസ്ഫിൻ, നെറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അവന്റെ നെറ്റ് പോയതാന്ന് പറഞ്ഞിരുന്നു. ആരാ ആരാ ഉണ്ടായിരുന്നത്? കേട്ടില്ല. ബിച്ചു. ബിച്ചു ബിച്ചു. ആ ഓക്കെ ഓക്കെ. ജോസ്ഫിൻ, കൃഷ്ണരാജ്, ജോസിന്റെ കറണ്ട് പോയത്. ആണോ? മാധവ്, Present, miss. മറിയ, പ്രസന്റ് മിസ്. മെർലിൻ, Present, miss. മുബിൻ, ഹാഫിസ്, Present, miss. റുബിൻ, മിസ് റുബീനും അപർണ പ്രതാപും ഉണ്ടായിരുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് പോയതാന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ. നജ്മ, നൗറിൻ, Present, miss. പാർവതി, Present, miss. സാന്ദ്ര, Present, miss. ശ്രീപ്രസാദ്, Present, miss. ശ്രുതി, വിഷ്ണുപ്രിയ, അജീന, Present, miss. അഖിൽ,
ജോസ്മി? Present, Miss. Okay, absent is Abhijit, Ando, Abarna D, Najma, Vishnupriya, and Akhil. Okay. Thank So, you. ആ ഫ്ലട്ടറിന്റെ വർക്ക്ഷോപ്പ് എങ്ങനെ പോകുന്നു? നല്ലതാണോ? പക്ഷെ ഇത് കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. എത്ര ദിവസം ഉണ്ടായിരുന്നു ക്ലാസ്? അത് ഒരാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പം കഴിഞ്ഞിപ്പം ലാസ്റ്റ് അസൈൻമെന്റ്